ഹലോ, എൻ്റെ പേര് ജോർജ്. ഈ വീഡിയോയിൽ ഞാൻ എറണാകുളത്താണ് വന്നത്. ഞാൻ എറണാകുളത്ത് ശരിക്കും പറഞ്ഞാൽ ഹൃദയഭാഗമായിട്ട് പനമ്പള്ളികളിലാണ് ഞാൻ വളർന്നത്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറയാൻ നേരത്ത് ഞങ്ങളൊക്കെ ചെറുപ്രായത്തിൽ ഞങ്ങളെന്ന് പറയാൻ നേരത്ത് ഒരു 7 മണിയൊക്കെ ആവുന്ന നേരത്ത് പരമാവധി 7:30 അപ്പുറം പോയി കഴിഞ്ഞാൽ ഒരു ചിന്തിക്കാൻ പറ്റാത്ത ടെൻഷനാണ്. അത് പോയില്ല, മിക്കവാറും പോയില്ല. 7:30ക്ക് നമ്മൾ വീട്ടിൽ എത്തിയിരിക്കും. ഒരു തരം എന്താ കർഫ്യൂ പോലെ അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് തന്നെ. മീൻസ് കൂട്ടുകാരുടെ ഇടയിൽ അതിൻ്റെ മേളിൽ പോകാറില്ല. ഇപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് അങ്ങനെയല്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയാൻ നേരത്ത് രാത്രി 1, 12 പിന്നെ 2 മണി വരെയൊക്കെ പിള്ളേരെ മീൻസ് വെളിയിൽ കാണാറുണ്ട്. അപ്പോൾ ഞാനത് ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ വെളിയിൽ കാണുന്നത്, ഈ സമയത്തൊക്കെ വെളിയിൽ കാണുന്നത്? ഇതിപ്പം കുട്ടികളുടെ മേളിൽ കൺട്രോൾ ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ എന്ന് പറയാൻ നേരത്ത് മുമ്പത്തെ പോലെ എന്ന് പറയാൻ നേരത്ത് ഇപ്പം നമുക്കിപ്പം എല്ലാവർക്കും ഇപ്പം ജോലി, എന്തായാലും അവർക്ക് ജോലി കാണുന്നുള്ള കാര്യം ഷുവറാണ്. അപ്പം അവരെ പോക്കറ്റിൽ ആ ഒരു കാശിൻ്റെ സ്വാതന്ത്ര്യം വരാൻ നേരത്ത് അത് കാരണം പഴയ പോലെ മാതാപിതാക്കൾക്ക് സമ്മർദ്ദം ചെലുത്താൻ പറ്റില്ല, അതാണോ? പിന്നെ അടുത്തത് വേറൊന്നുമല്ല, സുരക്ഷ. അതായത് സുരക്ഷ ഒരു കാര്യം എന്ന് പറയാൻ നേരത്ത് എല്ലാ വീട്ടിലും ഇപ്പം വീടല്ല, സ്ഥാപനങ്ങളാണെങ്കിലും റോട്ടിലുള്ള മിക്ക സ്ഥാപനങ്ങളാണെങ്കിലും ഒരുവിധം ഗവൺമെന്റ് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അതായത് മറ്റേ CCTV വെക്കണം എന്ന് പറഞ്ഞ് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കുമോ, മീൻസ് അതൊരു കാരണം തന്നെയാണ്. മീൻസ് കാര്യം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോലീസുകാർക്ക് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് കൂടുതലും ഇപ്പം കണ്ടുപിടിക്കുന്നത് CCTV ആണ്. അത് ഈ യങ്സ്റ്റേഴ്സിന് അറിയാവോ, യുവതലമുറയ്ക്ക് അറിയാവോ? അത് ആ ധൈര്യത്തിലാണോ ഇവരിങ്ങനെ ഇറങ്ങി നടക്കുന്നത്? വേറെ ഒരു കാര്യം കൂടി ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ നേരത്ത് മീൻസ് വേറൊന്നുമില്ല. അതായത് ഇപ്പോഴത്തെ ഒരു ഇടയ്ക്കൊന്നും മറ്റേ സിഗരറ്റ് വലി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കി, മീൻസ് മുമ്പേ ഒരു 10 വർഷമായിട്ട്. പക്ഷേ ഈ അടുത്തിടയ്ക്കായിട്ട് സിഗരറ്റ് വലി കൂടുതലും കാണാറുണ്ട്. പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം സിഗരറ്റ് വലിക്കുന്നതായിട്ട് മീൻസ് അത് കാണാറുണ്ട്. എന്നാലും മീൻസ് അതിനകത്തൊരു മിസ്മാച്ച് ഒക്കെ ഉണ്ട്, ഞാൻ സമ്മതിക്കുന്നുണ്ട്. കൂടുതൽ ആണുങ്ങളാണ് വലിക്കുന്നത്. അപ്പോൾ അതും ലൈറ്റ്ലി നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി പിന്നെ വേറെ എന്ന് പറയാൻ നേരത്ത് പണ്ടെന്ന് പറയാൻ നേരത്ത് ഇപ്പോൾ പനമ്പള്ളി എന്ന് പറഞ്ഞാൽ തന്നെയാണെങ്കിലും അവിടെ മറ്റേ ഷോപ്പിംഗ് കോംപ്ലക്സ്, അവിടെ ഒരു ഇതുണ്ട്, എൻ്റെ പറയുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ കൂടുതലും ഫുട്ബോൾ കളിയാണ്, വൈകുന്നേരം കളിയാണ്. ഇപ്പം അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ഇടപെടാറില്ല, പിള്ളേർ അങ്ങനെ എൻഗേജ് ചെയ്യാറില്ല. പക്ഷെ വേറെ നോക്കിയിട്ടുണ്ട്, പല പോക്കറ്റ്സിലായിട്ട് ജിംനേഷ്യം വരാറുണ്ട്. പല പോക്കറ്റ്സ് അന്ന് അങ്ങനെ അധികം ജിംനേഷ്യം ഇല്ല, അതൊരു മെയിൻ ജിംനേഷ്യം ഉള്ളൂ. ഇപ്പോൾ എല്ലാം ഒരു സ്ക്വയർ കിലോമീറ്റർ ചെല്ലാന്നിടത്ത് എല്ലാം ഒരു പറ്റാവുന്നിടത്തൊരു ജിംനേഷ്യം കാണാറുണ്ട്.